ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഉള്ളി മൂപ്പിക്കുകയാണ് ആദ്യം. താളിക്കാനുള്ള സംഗതികളാണ് കേട്ടത്. വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട്. അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് കണ്ടോ കൂട്ടുകാരെ, ചിക്കൻ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിലടിച്ചിട്ട് അപ്പം തന്നെ ആവി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഉള്ളി ചുവന്ന് വന്നാൽ നമ്മൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. താളിക്കണ സംഗതികളിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാം. തക്കാളിയും പച്ചമുളകും ഇങ്ങനെയാണ് വഴറ്റുന്നത്. വേവിക്കുമ്പോൾ ഇടൂല ചിക്കൻ്റെ കൂടെ. ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ രുചി. ഇതെന്താണെന്നറിയോ കൂട്ടുകാരെ, ഇത് എന്താ പറയുക, ആയുർവേദ വെള്ളമാണ്. നമ്മൾ മഴക്കാലല്ലേ, ജലദോഷം ചുമയും പനിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഇതിൽ ഞാൻ ആടലോടകം, പനിക്കൂർക്ക, തുളസിയുടെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമഞ്ഞൾ, കല്ലുപ്പ് ഇതൊക്കെയാണ് ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതും കുടിക്കും, ആവിയും കൊള്ളും. അപ്പോൾ എൻ്റെ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ചെയ്യണോട്ടോ, മാറാറുണ്ട്, പനിയിലോട്ട് പോവാറില്ല. നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കണത്. തൊണ്ടയിൽ ഇങ്ങനെ നമുക്ക് പഴുപ്പൊക്കെ വരില്ലേ, തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. മസാലപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റുക. സെറ്റായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോട്ടാ. എനിക്ക് കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. ആവി പിടിക്കുമ്പോൾ നമ്മൾ ഇപ്പം ആവി പിടിക്കുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് ഡയറക്റ്റ് ഈ പറഞ്ഞ ആയുർവേദ സംഭവങ്ങളൊന്നും ചേർക്കരുത്. ഒരു കിഴി കെട്ടിയിട്ട്, ഞാൻ കിഴി കെട്ടുന്നത് വെളുത്തുള്ളിയും പച്ചമഞ്ഞളും കല്ലുപ്പും, ഇത് പിന്നെ എന്താ പറയുക, അയമോദകവും അങ്ങനെ ഈ കഫം നൽകുന്ന സാധനങ്ങളൊക്കെ കിഴി കെട്ടിയിട്ട് ഈ ആവി പിടിക്കുന്ന മെഷീനിൽ വെച്ചിട്ടാണ് അതുമ്മ തട്ടിച്ചിട്ടാണ് ആവി പിടിക്കണത്. ആദ്യമേ തന്നെ ആശുപത്രിയിലോട്ട് ഓടാതെ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്താൽ പ്രതിരോധ ശക്തിയൊക്കെ കുറയും കേട്ടോ. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ആശുപത്രിയിൽ പോവാം. ചിക്കൻ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല. ഞാൻ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് മസാലയൊക്കെ തിരുമ്മി ഈ പോലെ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ. പിന്നെ പരമാവധി എണ്ണ ഒഴിവാക്കുന്നത് നല്ലത്. വയറ്റിയിട്ടും വയ്ക്കുക. ഞാൻ വയറ്റിൽ ഒഴിവാക്കി ഡയറക്റ്റ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ വേവിക്കുക ചെയ്തത്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച കായ ചേർക്കാം. കായക്ക് പകരം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. വേവനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഫ്ലെയിമിലിടുക. തിള വരുമ്പോൾ മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. മസാലയുടെയൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും മറ്റൊക്കെ. കറി സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, കഴിക്കാൻ തോന്നണില്ലേ? നല്ല രുചിയാണ് കേട്ടോ, പറയാനില്ല. ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ മല്ലിയില ചേർക്കുക. വെന്താലും മല്ലിയില രുചി ഉണ്ടാവില്ല. കഷ്ണം മാത്രം മതി ചോറിന്.